എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ശേഖർ ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കമല വരുന്നത്. അപ്പൊ കമല വരുന്ന സമയത്ത് അവിടെ തങ്കച്ചി ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പൊ കമല വന്നിട്ട് ശേഖറിനെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. ഈ നോട്ടം കണ്ടപ്പം ശേഖർ ചോദിച്ചു, എന്താടി നീ ഇങ്ങനെ നിന്നെ നോക്കി പഠിപ്പിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തങ്കച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേടാ മോനെ, അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, അവളുടെ നോട്ടം കണ്ടില്ലേ, അത്ര പന്തിയില്ലാന്ന് പറഞ്ഞു. പിന്നെ അവളുടെ നോട്ടം, എടി നീ എന്താടി ഉണ്ടാക്കണോണ്ടി എന്നെ പേടിപ്പിക്കാൻ നോക്കണോ? അതും ഈ ശേഖരനെ, നീ ഇങ്ങോട്ട് വന്നേ, മര്യാദയ്ക്ക് എന്റെ കഴുത്ത് അങ്ങോട്ട് തിരുമ്മി തരാൻ പറയണം. പക്ഷെങ്കില് ഇതൊന്നും കേട്ടിട്ട് കമല ഇറങ്ങിയില്ല. നിന്നോടല്ലേടി പറഞ്ഞു ഞാൻ ചെയ്യാനായിട്ട്, ഇനി എന്നാ എന്റെ കയ്യിൽ നിന്ന് നാളെ കിട്ടിയാലോ നിനക്ക് വന്ന് തിരുമാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. ഈ സമയം അങ്ങോട്ട് ഗംഗ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്തൊക്കെയാ ശേഖരട്ടെ ഇങ്ങനെ വിളിച്ചു പറയുന്നേ, എന്തിനാ കമലയടത്തിയോട് ദേഷ്യപ്പെടുന്നേ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നേ, ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറയണേ. എന്ത് ശരിയല്ലെന്നാ മോളെ ഇങ്ങനെ മോള് പറയണേ? ഒരു കുഴപ്പമില്ല, കമലയ്ക്ക് ശേഖരന്റെ വായന ഇങ്ങനെ എന്തേലും കേട്ടില്ലേ ഒരു സമാധാനം ഇല്ലെന്നേ, അവര് തമ്മിൽ ഒരു കുഴപ്പമില്ല. പക്ഷേങ്കില് ശേഖർ ഇങ്ങനെയൊക്കെ പറയാതിരുന്നാലാ കമലയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറയാണ്. തങ്കച്ചിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ തങ്കച്ചിനെ ഒന്ന് നോക്കുവാണ് കമല. പക്ഷെ കമല ഒന്നും മിണ്ടിയില്ല. ഗംഗ പറഞ്ഞു, എന്നാലും എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. എപ്പോ നോക്കിയാലും കമലയിടത്തിനെ ശേഖരയുടെ വഴക്ക് പറയുന്ന കാണല്ലോ, എന്തിനെങ്ങനെ വഴക്ക് പറയണമെന്ന് ചോദിക്കണം. എന്റെ പൊന്നുവെങ്കിൽ ഞാൻ വഴക്കൊന്നും പറയുന്നില്ല, അതെന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ കമലയോട് പറയണല്ലെന്ന് ചോദിക്കുക. കമലയൊന്നും മിണ്ടായിരിക്കോ, എന്നാലും എനിക്കിത് അങ്ങോട്ട് അംഗീകരിക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിൽക്കുന്ന സമയത്ത് തങ്കച്ചി ഗംഗയുടെ അടുത്തേക്ക് വന്നു. എന്റെ മോളെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ശേഖരന്റെ സ്വഭാവം നിനക്കറിയാലോ, ഇങ്ങനൊക്കെ തന്നെയാ ശേഖർ. അതുപോലെ തന്നെ കമലയ്ക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ആയി, ഒരു കുഴപ്പമില്ല. അവർ തമ്മിൽ കീരിമാവും പോലെ ഇരുന്നാലുവേ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാന്ന് പറയണം. ഗംഗയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, തങ്കച്ചിയുടെ ഈ അഭിനയം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. കമല എന്ത് ചെയ്യുക, നേരെ ശേഖരന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ശേഖരന്റെ അടുത്തേക്ക് ചെന്നിട്ട് കഴുത്ത് പതുങ്ങി തിരുമ്മാൻ തുടങ്ങി. കണ്ടില്ലേ, ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എല്ലാം മനസ്സിലാവും, അവളൊന്നും തിരുമ്മി തരുന്നുണ്ടല്ലേ. അങ്ങനെ എന്താ നല്ല സുഖം, നല്ല സുഖമാണെന്ന് പറഞ്ഞ് ശേഖർ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, പുറകെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി അതെടുത്തിട്ട് നേരെ ശേഖരന്റെ കഴുത്തേലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. ഒരു നിമിഷം തങ്കച്ചിയും എല്ലാരും ഞെട്ടിപ്പോയി, മുത്തശ്ശി വരെ ഞെട്ടിപ്പോയി. മുത്തശ്ശി അവിടെ നിന്ന് മണിയടിക്കുക, എന്തേലും ചെയ്യാൻ പറ്റുമോ? ഗംഗ ചോദിച്ചു, കമലെടുത്തി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. കമല പക്ഷെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ശേഖറാണെങ്കിൽ ഞടുങ്ങി തരിച്ച് നിൽക്കുക. ശേഖരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തേലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്റെ കഴുത്തിറക്കുമെന്ന് ശേഖരനറിയാം. ഈ സമയത്ത് തങ്കച്ചി പറഞ്ഞു, കമല നീ എന്താ ചെയ്യുന്നേ, ആ കത്തി താഴെ ഇടാൻ പറയാണ്. പക്ഷെ കമലയൊന്നും കേട്ടില്ല. കമല നിന്നോടാ പറഞ്ഞേ, കമലെടുത്തി ആ കത്തി താഴെ വെക്ക, ഇങ്ങോട്ട് വരാനൊക്കെ പറയുന്നുണ്ട് ഗംഗ. പക്ഷെ അതൊന്നും കമല കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കമല ഇങ്ങനെ നിൽക്കുക. ശേഖർ ആണെങ്കിൽ തുള്ളപ്പരി വാദിച്ച പോലെ കിടന്ന് വിറച്ചോണ്ടിരിക്കുക. കാരണം കത്തിയാ കയ്യിലിരിക്കുന്നേ. അവൾ ഒന്ന് കൈ വലിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കൊരവള്ളി മുറിഞ്ഞു പോകുന്ന ശേഖരനറിയാം. ഈ സമയം തങ്കച്ചി അവിടെ കിടന്ന് അലറി വിളിച്ചു, ദൈവമേ എന്റെ മോനെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ, ആരെങ്കിലും ഒന്ന് ഓടി വരണമെന്ന് പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുക. തങ്കച്ചിയുടെ ഈ അലറിക്കരച്ചിൽ കേട്ടോണ്ട് മോളിൽ നിന്ന് ഗൗരി ശങ്കറും വരുന്നേ. അവർ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, കമലെടുത്തി ശേഖരന്റെ കഴുത്തി കത്തി വെച്ചോണ്ടിരിക്കണം. ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് ശങ്കറും ഗൗരിയും താഴേക്ക് ഇറങ്ങി വരുവാണ്. എന്താ കമലെടുത്തി, എന്താ ഇത്, ആ കത്തി ഇങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ ചെല്ലുമ്പത്തേനും കമല ഒന്നുകൂടെ ഒന്ന് ശേഖരന്റെ അടുത്തേക്ക് ഇരിക്കുവാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഗൗരി പറഞ്ഞു, കമലെടുത്തി വേണ്ട കേട്ടോ, ആ കത്തി ഇങ്ങനെ താഴെ ഇടാൻ പറയണം. പക്ഷെ അതൊന്നും കേട്ടില്ല. കമലെടുത്തി, ഗൗരി അല്ല പറയണേ, ഞാൻ കമലെടുത്തിന്റെ അടുത്തേക്ക് വരുവാന്ന് പറയണം. ദേ ഗൗരി എന്റെ അടുത്തേക്ക് വരില്ല, എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും ഞാൻ ഇവന്റെ കഴുത്തിയായിരുന്നു കണ്ടിക്കൂന്ന് പറയാം. പെട്ടെന്ന് ശേഖർ കൈ കൊണ്ട് കാണിച്ച് അടുത്തേക്ക് വരില്ലെന്നുള്ള രീതി കൈ കൊണ്ട് കാണിക്കുവാണ്. ഈ സമയത്ത് തങ്കച്ചി പറഞ്ഞ്, എങ്ങനെയെങ്കിലും എന്റെ മോനെ ഇന്ന് രക്ഷിക്കാൻ പറയാണ്. ഗൗരി പറഞ്ഞ്, കമലെടുത്തി എന്താ കമലെടുത്തി ഇങ്ങനെ, കമലെടുത്തിയുടെ ഗൗരി അല്ലേ എന്ന് ചോദിക്കുവാണ്. ശങ്കർ പറഞ്ഞ്, എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി അവള് ശേഖരനെ. ഗൗരി നീ അടുത്തേക്ക് പോയ പ്രശ്നമാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോവാന്ന് പറയണ. സൂക്ഷിച്ചു വേണം കേട്ടോ, കമലെടുത്തി ആ പടം വയലന്റ് ആയി നിൽക്കുവാന്ന് പറയണ. അങ്ങനെ കമലയുടെ അടുത്തേക്ക് പതുക്കെ ഗൗരി എങ്കിലും എന്റെ അടുത്തേക്ക് വരില്ലെന്ന് പറഞ്ഞ് കമല നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗൗരി കൂട്ടാക്കിയില്ല. ഗൗരി പെട്ടെന്ന് തന്നെ കമലയുടെ അടുത്തെങ്കിൽ ചെല്ലുക. അപ്പത്തേനും ഒന്നുകൂടെ കത്തി അങ്ങ് സ്ട്രോങ് ആയിട്ട് കയ്യിലേക്ക് പിടിക്കുവാണ് കമല. കമലെടുത്തി ഇങ്ങോട്ട് വന്നേ, ഞാനല്ല പറയണേ. ഇല്ല ഗൗരി ഞാൻ വരത്തില്ല, ഞാൻ ഇവന്റെ കഴുത്ത് കണ്ടിച്ച് താഴെ ഇടൂന്ന് പറയുന്നു. ഇവന് മാത്രമല്ല, ഇവന്റെ അമ്മയെന്ന് പറയുന്ന ആ തങ്കച്ചി ഉണ്ടല്ലോ, അവർക്കിട്ട് ഞാൻ കൊടുക്കൂന്ന് പറയണം. ഗൗരി പറഞ്ഞു, കമലെടുത്തിട്ട് ആരാ ഞാന്, അനിയത്തിയല്ലേ, എന്റെ വിഷമങ്ങൾ കമലെടുത്തിക്ക് അറിയാമല്ലേ, കമലെടുത്തി എന്തെങ്കിലും ചെയ്താൽ എനിക്ക് വേദനിക്കില്ലേ, എന്റെ വേദന മനസ്സിലാക്കാൻ കമലെടുത്തിക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പതുക്കെ നയത്തി കമലേനെ പറഞ്ഞ് അനുനയിപ്പിച്ചുകൊണ്ട് വരുവാണ് ഗൗരി.
ഒരു വീട്ടിൽ കുറെ സമയം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കമല ഞാൻ തണുത്തു. കമല പതുക്കെ ശേഖരന്റെ കഴുത്തിൽ അങ്ങോട്ട് പിടി വിടുവാണ്. പിടി വെച്ചിട്ട് കത്തിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം കമലിനെ പതുക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് മുറിയിലേക്ക് കൊണ്ടുപോകാൻ വരുവാണ്. കമലടുത്ത് ഇങ്ങോട്ട് വാ, നമുക്ക് മുറിയിലേക്ക് വാന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേനും കമല അങ്ങ് തിരിഞ്ഞു വന്നു. ശേഖരനോട്, എടാ നീ രക്ഷപ്പെടുന്ന കരുതണ്ട, ഞാൻ ഇനിയും വരൂടാ. എനിക്ക് നിന്റെ രക്തം കാണണം, നിന്റെ കരച്ചിൽ കേൾക്കണോടാ. നിന്റെ കരച്ചിൽ കേട്ടാലേ എനിക്ക് സമാധാനമുള്ളൂ. നിന്റെ മാത്രമല്ല, ഈ നിൽക്കുന്ന നിന്റെ അമ്മയുടെ തങ്കച്ചിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കണോടാ. രണ്ടിന്റെ രക്തം എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഗൗരി പറഞ്ഞു, കമലയുടെ ഇങ്ങ് വാന്ന് പറഞ്ഞു ഒരു വീട്ടിൽ കമലേനെ മുറിയിൽ നിന്ന് കൊണ്ടുപോവാണ്. പെട്ടെന്ന് ശങ്കർ ഇത് എന്ത് പറ്റിയ കമലയടുത്തേക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഗംഗ പറഞ്ഞു, എന്തോ മാനസികമായിട്ട് കമലയടുത്തേക്ക് ബുദ്ധിമുട്ടായി. ദൈവമേ, ഭ്രാന്തായെന്ന് ചോദിക്കണം. ഇത് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭ്രാന്തെന്നാണ് പറഞ്ഞത്. മെന്റലായിട്ട് ചില പ്രശ്നം കൊണ്ടുണ്ട്, മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? കമലയടുത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിഷമങ്ങളും വേദനകളും എല്ലാം ശേഖരേട്ടനുള്ള ഇപ്പൊ അതെല്ലാം പുറത്തിയാടിയിരിക്കുകയാണ്. കമലടുത്തേക്ക് അടക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായി അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനെ ഇപ്പൊ നമ്മൾ ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണ്. ശേഖരൻ തങ്കച്ചി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അവർക്ക് ഇതുവരെയായിട്ട് ആ ഷോക്കിൽ നിന്ന് മാറാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഗൗരി കമലയെ കൊണ്ട് മുറിയിലേക്ക് വന്നപ്പോ, എന്താ കമലടുത്തി ആ കത്തി ഇങ്ങോട്ട് വരാൻ പറയണം. ഇല്ല, കത്തി ഞാൻ തരില്ല. എന്താ കമലടുത്തി? എനിക്ക് അവനെ കൊല്ലണം, അവന്റെ ചോര എനിക്ക് വേണമെന്ന് പറയാം. എനിക്ക് കൊല്ലണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കമലടുത്തി ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ കമലടുത്തേന് ഗൗരിയല്ലേ, എനിക്കറിയാം, എനിക്ക് ഗൗരീനെ അറിയാം. പക്ഷെ ഗൗരി, എന്റെ കാതിലുണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു. ഒന്നും രണ്ടും അല്ല, 5 കുഞ്ഞുങ്ങളുടെ കരച്ചില്. അവരിവിടെ എവിടെയോ ഇരിപ്പുണ്ട് ഗൗരി, അവര് കരയുന്നുണ്ട്. ഗൗരി അത് കേൾക്കുന്നില്ലേന്ന് ചോദിക്കണം. ഒരു നിമിഷം ഗൗരി ഇങ്ങനെ ആലോചിച്ചു. ഗൗരി, നീ കേൾക്കുന്നില്ലേ? നീ അവരെ കാണുന്നില്ല, ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമല പെട്ടെന്ന് ഗൗരിയുടെ പിടി വിട്ടിട്ട് മുറി മൊത്തം കട്ടിലിനടിയിലൊക്കെ പോയി നോക്കുക. ഇവിടെ ഒന്നും കാണുന്നില്ലോ. അവർ ഒളിച്ചിരിക്കുക എൻ്റെ അടുത്ത്. എനിക്കറിയാം അവർ ഒളിച്ചിരിക്കുവാന്ന്. എത്ര ഒളിച്ചിരുന്നാലും അവരൊക്കെ എന്നെ മുന്നിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. ഗൗരിയുടെ 2 കണ്ണും നിറഞ്ഞൊഴുകുക. എന്താ ഗൗരി, നീ എന്തിനാ കരയണേ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശങ്കർ വഴക്ക് പറഞ്ഞു. കാര്യമാക്കണം കേട്ടോ, ശങ്കർ പാവാ. നിന്നെ അവൻ അത്രയ്ക്ക് സ്നേഹമാ. നിന്നെ അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടല്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നേ. നീ അവനെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അവൻ പാവാന്ന് പറയണ. ഇത് കേട്ടതും ഗൗരിക്ക് വല്ലാത്ത സങ്കടമായി. ഗൗരി ചേർത്ത് പിടിച്ചു കഴിയുമ്പോഴത്തേനും കമലയുടെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ താഴേക്ക് അങ്ങോട്ട് പോവാണ്. ഗൗരിക്ക് മനസ്സിലായി കമലടുത്തിയുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ എത്ര മാത്രമാണ്. കമലടുത്ത് ഇങ്ങനെ ആകാൻ കാരണം ആരാന്നൊക്കെ ഗൗരിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് ആദർശനം കൊണ്ട് ടെറസിന്റെ അവിടെ വന്നിരിക്കുവാണ് വേണി. അങ്ങനെ വേണി വന്നിട്ട് ആഹാരമൊക്കെ വാരി കൊടുത്തിരിക്കുക. പക്ഷെ ആദർശ് ഒരു ഭാഗം കഴിച്ചിട്ട് പിന്നെ കഴിച്ചില്ല. ഇതെന്താ മത്താപ്പ കഴിക്കാത്ത? എനിക്ക് വിശപ്പില്ല വേണി എന്ന് പറയണേ. വിശപ്പില്ലേ? അതെന്താ? അത് കൊള്ളാലോ. വിശപ്പില്ല എന്ന് പറയാൻ ന്യായമില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ വിശപ്പില്ലാത്തെന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേണി രുചിച്ച് നോക്കുവാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താ വേണ്ടാത്തെ? മത്താപ്പേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് ചോദിച്ചു വേണി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എനിക്ക് വേണ്ടി എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ലൈഫ് എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ആക്കണേന്ന്? നിനക്ക് നിന്റേതായ ആഗ്രഹങ്ങളില്ലേ വേണി? നീക്ക് പെട്ടെന്ന് വേണി പറഞ്ഞു, ആഗ്രഹങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ആദർശേട്ടാ. ഒരു സ്ത്രീകൾക്കുള്ള പോലെ എല്ലാ ആഗ്രഹങ്ങളും എനിക്കുണ്ട് ആദർശം. എനിക്കറിയാം, ഒരു സ്ത്രീകളിൽ നിന്നൊരു പരിഗണന മാത്രമേ എനിക്ക് നിനക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ നിന്റെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി തരാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല വേണി. പിന്നെ എന്നിട്ട് എന്താ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? എൻ്റെ മത്താപ്പിന് എനിക്ക് സ്നേഹമില്ലാതിരിക്കുവോ? മത്താപ്പ എൻ്റെ ജീവനല്ലേ. വേറെ എന്താളും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മത്താപ്പിനെ മാത്രം മതി. മത്താപ്പിന്റെ ആ ഹൃദയം ഉണ്ടല്ലോ, ആ സ്നേഹം ഉണ്ടല്ലോ, അത് മാത്രം മതി. എത്ര കാലം വേണമല്ലോ എനിക്ക് ജീവിച്ചിരിക്കാനായിട്ട്. മത്താപ്പിൽ ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാം. എന്നാലും വേണി, ഒരെന്നാലും ഇല്ല. എനിക്ക് എൻ്റെ ആദർശനെ അത്ര ഇഷ്ടമല്ലേ. നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ആദർശനെ ഇഷ്ടമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശനും ഭയങ്കര സന്തോഷമായി. ആദർശ് പറഞ്ഞു, അതെ, എന്നാലും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട് എൻ്റെ ഈ അവസ്ഥ. അതിപ്പോ ആദർശേട്ടൻ കാണണമല്ലോ ആദർശേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ആദർശേട്ടന്റെ വിധി. അല്ലാതെ ഇപ്പൊ എന്താ, നമ്മൾ അതിനകത്ത് വേദനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കൊരു സമയത്ത് വരേണ്ട എന്താന്നാ വരും. നമ്മൾ അതിനകത്ത് നിന്ന് റിക്കവർ ആവാനല്ലേ ശ്രമിക്കണ്ടേ. ധൈര്യമായിട്ടിരിക്കുക. ആദർശേട്ടന് ഒരു കുഴപ്പമില്ലാന്ന് പറയാം. ആദർശേട്ടനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ടാന്ന് പറയണം. അതിന് സന്തോഷം ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ വേണി എന്നപ്പോഴത്തേനും വേണിനെ കെട്ടിപ്പിടിക്കുകയാണ് ആദർശം. വേണി പറഞ്ഞു, കണ്ടോ, എനിക്ക് ഈ സ്നേഹം മാത്രം മതി ആദർശന്റെ, വേറൊന്നും വേണ്ട. ഒരു കാലത്ത് കണ്ടോ ആദർശന്റെ എഴുന്നേറ്റ് നടക്കും, നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയാം. ആദർശന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളും കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പം നമ്മൾ ഓരോ ദിവസം കാണാൻ പോകുന്നേ ശേഖരനെ പഞ്ഞിക്കിടുന്ന കമലേനെ ആയിരിക്കും. നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.